ബിഗ് ബോസ് മലയാളം സീസൺ 7 ശരിക്കും അധപ്പതിച്ചു പോയി കേട്ടോ. ഫിനാലെ അടുത്തിരിക്കുന്ന സമയത്ത് പോലും ആൾക്കാർക്ക് തമ്മിലുള്ളൊരു ഒത്തൊരുമയില്ല, വഴക്ക്, അടി. ഫിനാലേക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ യാതൊരു തരത്തിലും ഇല്ല എന്ന് മാത്രമല്ല, അടുക്കള വഴക്ക് സ്റ്റാർട്ട് ചെയ്ത അന്ന് തൊട്ട് ഇന്ന് വരെയും അതിനൊരു ശമനവും ഇല്ല. വീണ്ടും അടുക്കളയിൽ അടിപൊട്ടിയിരിക്കുകയാണ്. ആര്യനും അക്ബറും നവീനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അതിനുശേഷം ഒരുപാട് സമയം കഴിഞ്ഞിട്ടും അവർ ലഞ്ചിനുള്ള യാതൊരു പ്രിപ്പറേഷനും ഒരാൾ പോലും ഇവിടെ നടത്തിയിട്ടില്ല. മാറി മാറി നടക്കുകയാണ് അവരവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. അവർ കുറേ ടൈം നോക്കി വെയിറ്റ് ചെയ്തു. അനീഷേട്ടൻ കുറേ ടൈം വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നോക്കുന്നുണ്ട്. ലാസ്റ്റിൽ അനുമോൾക്കൊക്കെ എന്തായാലും ഒബ്വിയസ്ലി ഇനി ഗെയിം വരാനുള്ളതാണ്. ഇവർ കറക്റ്റ് സമയത്ത് ഇട്ടില്ലെങ്കിൽ ഗെയിം വന്നു എന്ന് പറഞ്ഞ് ഇവർക്ക് നൈസായിട്ട് ഒഴിയാൻ വേണമെങ്കിൽ ഗെയിം ആയി, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ആര്യൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, ആര്യൻ ഞാൻ ഇപ്പോൾ വരും 5 മിനിറ്റ്. ആര്യൻ എന്തോ തുണി കഴിയാനോ കുളിക്കാനോ എന്തോ പോവുകയാണ് ആ സമയത്ത്. അപ്പോഴത്തേക്കും എന്തായാലും അനുമോൾ വന്നിട്ട് അനുമോൾക്കും നമ്മുടെ അതിലേക്ക് നൂറയ്ക്ക് അനീഷേട്ടനുള്ള ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആരും സമ്മതിക്കുന്നില്ല. ആരും പറയാണ് ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ അടുക്കളയിൽ കയറ്റാം. ഇവർക്ക് അടുക്കളയിൽ നിന്ന് ആരെയും കയറ്റാനും വയ്യ എന്ന് ഇവർക്കൊട്ട് കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ചെയ്ത് കൊടുക്കാനും വയ്യ. അവർക്ക് തോന്നുന്ന പോലെയാണ്. ഓൾറെഡി നെവീനുമായിട്ടുള്ളൊരു പ്രശ്നമൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് വെയിറ്റ് ചെയ്യാനും വയ്യ. അനുമോൾ ഫുഡ് എടുക്കുന്ന സമയത്തായിക്കോട്ടെ നമ്മുടെ ആരും പറയാണ്ട് തുടരുതെന്ന് പറയുവാണ്. അപ്പോൾ അനുമോൾ അത് എടുക്കുന്നു. അപ്പോഴത്തേന് ആരും പറയാം ഞാൻ നിൻ്റെ പ്രോപ്പർട്ടി, നിൻ്റെ സാധനങ്ങൾ പോയി എടുക്കുമെന്ന്. അപ്പോൾ അനുമോൾ പറയണത് എനിക്ക് എടുക്കാനുള്ള യാതൊരു അവകാശവുമില്ല. ബിക്കോസ് ഞാൻ എടുത്തത് ബിഗ് ബോസിൻ്റെ സാധനങ്ങളാണ്. നീ എടുക്കാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം. ഇവിടെ വെച്ചിരിക്കുന്ന ഒരു സാധനവും നീ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല അടുക്കളയിൽ. ഇതൊക്കെ ബിഗ് ബോസിൻ്റെ സാധനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഭയങ്കര അടി പൊട്ടുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ അനീഷേട്ടൻ പറയുകയാണ്, ഇത്രയും നേരമായിട്ട് ഞാൻ നോക്കുകയാണ് നിങ്ങളിവിടെ ഫുഡ് ഉണ്ടാക്കിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വല്ല താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരും പറയുകയാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കും, ക്യാബേജ് തോരനും ചോറുമാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്, പിന്നെ വേറെ എന്തോ കറി പറയുന്നു, ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആരും പെട്ടെന്ന് ധൃതിപ്പെട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ആ സമയത്ത് അനീഷേട്ടൻ പറയുകയാണെന്ന് എനിക്കും കൂടെ ഉണ്ടാക്കും, നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള രീതിയിൽ അനീഷേട്ടൻ അത് പറഞ്ഞ് സോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ആര്യൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് കയറുകയാണ്. അല്ലാതെ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നില്ല. വീണ്ടും അലമ്പാവും, പ്രശ്നങ്ങളാവും. എനിവേ അനീഷേട്ടൻ അത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആര്യൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട്.